നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 മാർച്ച് മാസത്തെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ഉത്രട്ടാതി നക്ഷത്രം എന്ന് പറയുമ്പോൾ മീനക്കൂറാണ്. മീനക്കൂറുകാർക്ക് പഞ്ചമഹാപുരുഷത്തിലെ മാളവ്യ യോഗം ചെയ്ത് ശുക്രൻ ലഗ്നത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനുള്ളൊരു യോഗമാണ് മാളവ്യ യോഗം. കലാരംഗത്ത് പ്രവർത്തി എടുക്കുന്നവർക്കൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് പ്രത്യേകിച്ചും യോഗമുള്ള ഒരു മാസമാണ്. പക്ഷേ 4ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പം 4ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ചെറിയൊരു ചാരവശാൽ വ്യാഴപ്പിഴവുള്ള സമയമാണ്. ചന്ദ്ര ലഗ്നാധിപതിയെ തന്നെ കർമാധിപത്യം വഹിച്ച് നിൽക്കുന്ന വ്യാഴമാണ്. ആ വ്യാഴം കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് തൊഴിലുണ്ടാകാനും തൊഴിലിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. എങ്കിലും വ്യാഴപ്പഴമുള്ളതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ 15-ാം തീയതിക്ക് ശേഷം ലഗ്നത്തിലേക്ക് സൂര്യൻ വരുന്നുണ്ട്. അപ്പോൾ സൂര്യൻ ശത്രു സ്ഥാനാധിപതിയായിരിക്കുന്ന സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ അവനവന് തന്നെ ദേഷ്യം, എടുത്തുചാട്ടം മുതലായിട്ടുള്ള കാര്യങ്ങൾ, അലസത, നിരാശ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വർദ്ധിക്കാനും അതൊക്കെ നമുക്ക് തടസ്സങ്ങളായി വരാനും സാധ്യതയുള്ള സമയമാണ്. കൂടാതെ 12ാം ഭാവത്തിലാണ് ഭാഗ്യാധിപതി നിൽക്കുന്നത്. അപ്പോൾ വീട് വിട്ട് അന്യദേശത്ത് നിൽക്കുന്നവർക്ക് ഭാഗ്യം അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിൽ പോലും ബാധകാധിപതി 12 നിൽക്കുന്നതാണ് അനാവശ്യമായിട്ടുള്ള ചെലവ് ഒരു ബാധയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ചെലവ് ജാസ്തി വരിക, സ്വന്തം നമുക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ മുഖാന്തരമൊക്കെ കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്വന്തം വീട് വിട്ട് നിൽക്കാൻ ഇടവരികയോ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ദേഷ്യം വർദ്ധിക്കാൻ ഇടവരികയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വീട് സൗകര്യത്തിനൊക്കെ കൂട്ടിയെടുത്തവർക്ക് മർമ്മദോഷത്തിൻ്റേതായിരിക്കുന്ന ഒരു പ്രശ്നമുള്ളത് കാരണം കൊണ്ട് അതിൻ്റേതായിരിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ വരാനുള്ള സാധ്യതയാണുള്ളത്. ഉദരസംബന്ധമായിട്ട് ഗ്യാസ്ട്രിക് പോലെയുള്ള രോഗങ്ങൾ, കാൽപാദത്തിന് വേദന, തലവേദന, അലസത, നിരാശ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതായത് നമ്മൾക്കൊരു നിരാശ പോലെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു കാര്യത്തിൽ നമുക്ക് ശുഭപ്രതീക്ഷ ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ വരിക. അപ്പം നമ്മളുടേതായിരിക്കുന്ന അവസ്ഥയും ശുഭപ്രതീക്ഷ ഇല്ലായ്മയൊക്കെ നമ്മളുടെ അഭിവൃദ്ധിക്ക് തടസ്സമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അനാവശ്യമായിട്ട് ധനം ചെലവഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതേപോലെ തന്നെ കാലുവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യണം. 12ൽ നിൽക്കുന്ന ചൊവ്വയാണ്. ചൊവ്വ ഭാഗ്യാധിപതി 12ാം ഭാവത്ത് നിൽക്കുന്നത് കൊണ്ടും അത് ബാധകാധിപതിയായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടും ഭാഗ്യക്കുറവ് കൊണ്ട് അനാവശ്യമായിട്ട് ചെലവ് വർദ്ധിക്കുക, സുഹൃത്ത് വിരോധം ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. അപ്പോൾ അത് കാരണം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട്, ഗണപതി ഹോമം, അതുപോലെ രാഹുപൂജ, കേതുപൂജ മുതലായിട്ടുള്ള പരിഹാരങ്ങൾ ഇതിനായിട്ട് ചെയ്യണം. അതിനോടൊപ്പം തന്നെ വ്യാഴപ്പഴമുള്ളത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന, അതുപോലെ തന്നെ പാൽപ്പായസം മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ കഴിപ്പിക്കുകയും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതിനോടൊപ്പം തന്നെയാണ് ലഗ്നത്തിൽ നിൽക്കുന്ന ശനി, കണ്ടകശനി തന്നെ ജന്മശനിയാണ്. അപ്പോൾ അത് കാരണം ശനിദോഷ പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട്, എള്ളുപായസം ഉണ്ടെങ്കിൽ എള്ളുപായസം കഴിപ്പിക്കുക, ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, നെയ്വിളക്ക് എന്നീ വഴിപാടുകൾ ചെയ്യും. ഇങ്ങനെയുള്ള വഴിപാട്, നല്ല പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ അനുകൂലമായിട്ട് വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ ഈ മാസം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.